ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എതിർക്കുന്ന ശബ്ദങ്ങളെയെല്ലാം ഇല്ലാതാക്കിയും ഭീഷണിപ്പെടുത്തിയും അടിച്ചമർത്തിയും അവരെ വിലക്കെടുത്തും അവരുടെ നാവുകൾക്ക് കൂച്ചുവിലങ്ങിട്ടും പ്രീണിപ്പിച്ചും പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കൊലപ്പെടുത്തിയും ഒക്കെ എത്ര കാലം നമ്മൾ നമ്മുടെ മതത്തെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തും? ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ കെൽപ്പുള്ള ഒരു സംവിധാനം വരില്ലേ? ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടി ആ മനുഷ്യന്റെ മകനെ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു. സഭയെ കൊണ്ട് ആ മനുഷ്യനെ തള്ളിപ്പറയിപ്പിച്ചു, ജോലി കളയിപ്പിച്ചു. വീട്ടിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി ഭാര്യയെ ആത്മഹത്യയിലേക്ക് നയിച്ചു. ആ മനുഷ്യനെ ജീവച്ഛവമാക്കിയിട്ട് പോലും ഇവരുടെ പ്രതികാരദാഹമടങ്ങാതെ നക്കാപ്പിച്ച ശമ്പളം വാങ്ങിക്കുന്ന എംബോക്കി പ്രൊഫസറുടെ കയ്യും കാലുമായിരുന്നില്ല വെട്ടേണ്ടിയിരുന്നത് തലയായിരുന്നു എന്നും ആ തല ഫുട്ബോൾ പോലെ തട്ടിക്കളിക്കണമായിരുന്നെന്നും മദനിമാർ ഇവിടെ പ്രഭാഷണം നടത്തി. എന്തിനാണ്? മുഹമ്മദ് എന്ന ഒരു പേരെഴുതിയതിന്റെ പേരിൽ മാത്രം. അതാരാ? KT കുഞ്ഞു മുഹമ്മദിന്റെ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന നോവലിൽ നിന്നെടുത്ത ഭാഗമാണത്. ആ കുഞ്ഞു മുഹമ്മദിന്റെ പേര് തന്നെ അതിലും വെച്ചു മുഹമ്മദ്. ആ ഒരു തെറ്റേ ജോസഫ് മാഷ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും ക്രൂരമായി ശിക്ഷിക്കണമായിരുന്നോ കാരുണ്യത്തിന്റെ മാടപ്രാവുകൾക്ക്? അതെ, വേണമായിരുന്നു. കാരണം ഇത് മതം ഇസ്ലാമാണ്. ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായ ശിക്ഷയാണ് വേണ്ടത്. ഇനി വരുന്നവർ അത് കണ്ട് ഭയപ്പെടണം. ഇനി ഒരാൾ ഇസ്ലാമിനെതിരെ കൈ പൊക്കരുത്, തൂലിക പടവാളാക്കി ഓങ്ങരുത്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വാളല്ലൻ സമരായുധം ചണചണധ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ, കരവാളു വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ, താളം രാഗം ലയം ശ്രുതി സ്വരം ഇവയ്ക്കല്ലാതെയൊന്നിന്നും ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ എന്നൊരു കവി എഴുതി. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ചണചണധ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ, കരവാള് വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ, താളം രാഗം ലയം ശ്രുതി സ്വരം ഇവയ്ക്കല്ലാതെയൊന്നിന്നും ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ. അതെ, ഒരു ചലനം സൃഷ്ടിക്കാൻ സ്നേഹത്തിനെ സാധിക്കൂ. കരവാളുകൊണ്ട് മനുഷ്യന്റെ തല കൊയ്യാനേ പറ്റൂ, ചോര വീഴ്ത്താനേ പറ്റൂ. പക്ഷേ സംഗീതം, ഒരു വീണ വാങ്ങിച്ചു, ആ വീണയിൽ നിന്നും വരുന്ന സ്വരം അതൊരു സന്തോഷം നൽകും. അതിവർക്ക് പിടിക്കുവോ? അപ്പോ ആ മനുഷ്യന്റെ, ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടി ആ മനുഷ്യനെ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇടതു കൈത്തണ്ടയിൽ നിന്നും ഉണങ്ങാത്ത മുറിവുകൾ നമ്മൾ കണ്ടില്ലേ? ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിലൂടെ നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് ആരോടും പ്രതികാരദാഹമില്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരു ഇരയായതുപോലെ സവാദ് എന്ന് പറയുന്ന വ്യക്തി എന്നെ വെട്ടാൻ തീരുമാനിച്ചത് അദ്ദേഹവും ഒരു ഇരയായതുപോലെ, അദ്ദേഹം എന്നെ കയ്യും കാലും വെട്ടാൻ ഉപയോഗിച്ച മഴുവിനോട് എനിക്ക് പ്രതികാരമില്ലാത്തതുപോലെ ഈ സംഘടിത കക്ഷികളോടും എനിക്ക് പ്രതികാരമില്ല. ഇവരെ ഇത് ചെയ്യിപ്പിച്ച യഥാർത്ഥ വില്ലൻ ഖുർആനാണ്. ആ ജോസഫ് മാഷ് അന്ന് കൊടുത്ത ചോരയും നീരും ജീവനും ജീവിതവും ജോലിയും സമാധാനവും കയ്യും കാലും, ഇതിനെല്ലാം ഇന്ന് നമ്മളാണ് അനുഭവിക്കുന്നത്. ആ തണലുകൾ, ആ മനുഷ്യൻ കൊണ്ട വെയിലുകൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തണലായി മാറി. പിന്നീട് ഈ കേരളക്കരയിൽ ഇങ്ങോട്ട് ഒരാളും ആരുടെയും തലയെടുക്കാനോ കൈയെടുക്കാനോ കാലെടുക്കാനോ ഭീഷണിപ്പെടുത്താനോ ആ രൂപത്തിൽ അടിച്ചമർത്താനോ തയ്യാറായി വന്നില്ല. അവസരങ്ങളുടെ അഭാവമാണ് എന്ന് മാത്രമല്ല, പിന്നീട് ഇങ്ങോട്ട് ഇസ്ലാമിക വിമർശനത്തെ തട്ടി ആർക്കും വഴി നടക്കാൻ പറ്റാതെയായി സോഷ്യൽ മീഡിയയിലൂടെ. മണൽത്തരി പോലെയാ, നിങ്ങൾ മുറുകെ പിടിക്കും തോറും അത് നിങ്ങൾ പോലും അറിയാതെ ഊർന്നു പോയിക്കൊണ്ടിരിക്കും.
ഏതൊന്നിനെയാണോ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നത് അത് വീണ്ടും ഉയർന്നു വരിക തന്നെ ചെയ്യും. ഇപ്പോഴിതാ ഇസ്ലാമിനെ വിമർശിക്കുന്ന സകലരുടെയും കയ്യും കാലും എടുക്കാൻ തീവ്രവാദി സംഘത്തിന്റെ സംഘടിതമായ ശ്രമത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ആളുകൾക്കും ചിലതൊക്കെ പറയാനുണ്ട്. നാസർബായുടെ വീടിന്റെ അപ്പുറത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഇല്ലേ, മുസ്ലിംസ് ഇല്ലേ? ഇവരാരും ജിഹാദായിട്ട് നാസർബായുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ? പല അർത്ഥത്തിലും വന്നിട്ടുണ്ടോ? അപ്പൊ ഞാൻ എന്റെ ആൾക്കാർക്ക് പറയാം, ഞാൻ കാട്ടൂരിന്നാണ്. അല്ല, ഒരു മിനിറ്റ്, ഞാൻ കാട്ടൂരിന്നാ വരുന്നത്. അലി മുസ്ലിയാർ കൊല്ലപ്പെട്ട സ്ഥലത്ത് ഇപ്പോഴും സോഡ സുരേഷ് ഈ പ്രതികളൊക്കെ ഞങ്ങൾ ആരെങ്കിലും ജിഹാദായിട്ട് അവർ വീട്ടിൽ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ടാ ഈ നാട്ടുകാർ മുമ്പിൽ ഇരുന്നിട്ട് ഈ ജാതി തോന്നിവാസം വിളമ്പിയിട്ട് ഇങ്ങനെ എന്താ പരസ്പരം തെറ്റിക്കുന്ന ഒരു ആവശ്യമുള്ളത്? വളരെ ഭംഗിയായിട്ട് ജീവിച്ച പോലെ സമൂഹമല്ലേ ഇവിടെ? അത് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് ഈ രോഷം? എന്താണ് മുസ്ലിം പെണ്ണ് ഷെട്ടി ഇട്ടോ എന്നുള്ളതാണ് നമ്മുടെ രോഷം. അത് നിങ്ങൾ പറയൂ, അപ്പൊ നമുക്ക് ആൻസർ തരാം. അല്ലാണ്ട് ഇതിനൊന്നും ഞാൻ ആൻസർ തന്നെ ആളല്ലപ്പ. മറുപടി നമുക്ക് കൊടുക്കാം. എന്താ പാടിയിരുന്നു? ഫൈസൽ ഇപ്പൊ ചോദിച്ചു, നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന മുസ്ലിം നിങ്ങളെ വെട്ടാൻ വന്നോ? ഇല്ല, എന്നെ വെട്ടാൻ വരികയാണെന്ന്. എന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിം വെട്ടാൻ വരികയാണ്. കാരണം എന്താ അറിയോ? അവൻ ഭയപ്പെടുന്നുണ്ടോ ഇന്ത്യ നിയമത്തെ? നരേന്ദ്രമോദി ഭരിക്കുന്ന സ്വതന്ത്ര ഭാരതത്തിൽ ഇനിയും കയ്യും കാലും വെട്ടിയാൽ ആ 3 മണിക്ക് നടന്ന റെയ്ഡ് ആയിരിക്കില്ല. ഫ്ലൈറ്റിന്റെ ശബ്ദവും ഉണ്ടാകില്ല. ഇനിയുള്ളൊരു റെയ്ഡിലെ കോളിംഗ് ബെല്ലിന്റെ ശബ്ദവും ഉണ്ടാകില്ല. NIA ഈ വാർത്ത പോലും പുറത്തുവിടില്ല. ഒരു സൂചി പോയിന്റ് പോലും പഴുതുകളില്ലാതെ ഇവരുടെ അടിവേരറുക്കാൻ പ്രാപ്തമായ ഒരു ഭരണകൂടമാണ് ഇന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് ഇവർ വിചാരിക്കുന്നത്ര എളുപ്പമായിരിക്കില്ല ഇസ്ലാം മതത്തെ എതിർക്കുന്ന എല്ലാവരെയും അങ്ങ് കൊല്ലാൻ. അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വിളിച്ചതേ ഓർമ്മയുള്ളൂ വിളിച്ചവർക്ക്. വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞത് അന്വർത്ഥമായി. NIA കാലന്മാരെത്തി. അതിനേക്കാൾ മുതിർന്ന കാലന്മാരായ 4 പേരുണ്ടായിരുന്നു തലപ്പത്ത്. അതിൽ ഒന്നാമത്തെ കാലനെ പറയാം നമുക്ക്, നരേന്ദ്രമോദി. അതേ ഈ തീവ്രവാദികളുടെ കാലനായിരുന്നു. അജിത് ഡോവലിനെ പറയാം, അമിത്ഷായെ പറയാം, ജയശങ്കറിനെ പറയാം. ഇവരൊക്കെയാണ് ഇന്ന് ഈ സ്വതന്ത്ര ഭാരതം നയിച്ചുകൊണ്ടിരിക്കുന്നത്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ തീവ്രവാദം വല്ലാണ്ട് വില പോകില്ല. ഓക്കെ, ഇന്ത്യ നിയമത്തെയും ഭയപ്പെടുന്നു. അവനറിയാം ഇന്ത്യ എന്നെ വെട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരൻ ഇപ്പം ഫൈസലിന്റെ നേതാക്കന്മാർ പോയി കിടക്കുന്ന ജയിലില്ല, തിഹാർ ജയില്. റൌഫും നസറുദ്ദീൻ അഹ്മറും EM അബൂബക്കറും ഒക്കെ RSSകാരന്റെ വീടറിയാം, RSSകാരന്റെ ഭാര്യ പഠിപ്പിക്കുന്ന സ്കൂൾ അറിയാം, അവന്റെ കൊച്ചു പോകുന്ന നേഴ്സറി അറിയാം, ആ നേഴ്സറിയിൽ ഏത് ബെഞ്ചിലിരിക്കുന്നു അത് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിരുന്നു ഫൈസലിന്റെ നേതാക്കന്മാര്, പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാര് ഇവിടെ കേരളത്തിൽ കിടന്നൊരു കാലത്ത്. അവരിപ്പോ തിഹാർ ജയിലിൽ കയറിയിട്ട് 2.5 കൊല്ലമായി. പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഇപ്പോഴും അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. 2.5 കൊല്ലമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ ക്രൂരമായി 15 പേര് ചേർന്ന് മരിച്ചു എന്നറിഞ്ഞിട്ടും തലയോട്ടി ചിഹ്ന ഭിന്നമായിട്ടും ഭാര്യയുടെയും ഓമന മകളുടെയും വൃദ്ധയായ മാതാവിന്റെയും മുമ്പിൽ വച്ച് ആ ശരീരത്തിൽ കേറി ഇറങ്ങി വെട്ടിയത് ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു. ഇനി ഒരാളും പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കാൻ തയ്യാറാകരുത്, ആ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. വഴി അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. RSSകാരന്റെ വീട് അറിയാമായിരുന്നു, RSSകാരന്റെ ഭാര്യ പഠിപ്പിക്കുന്ന സ്കൂൾ അറിയാമായിരുന്നു, RSSകാരന്റെ അമ്മായിയമ്മ പോകുന്ന വില്ലേജ് ഓഫീസ് അറിയാമായിരുന്നു. ആ വില്ലേജ് ഓഫീസ് ഏത് കസേരയിലാണ് ഇരിക്കുന്നതെന്ന് അറിയാമായിരുന്നു. പക്ഷെ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴി മാത്രം 2.5 കൊല്ലമായിട്ടും ഫൈസൽ നേതാക്കന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ ഉത്തരം. എന്റെ അടുത്ത് താമസിക്കുന്ന അയൽവാസിയായ മുസ്ലിം എന്നെ വെട്ടാൻ വരാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്. അവനറിയാൻ പോയി കിടക്കേണ്ടി വരുമെന്ന് മനസ്സിലായി. പക്ഷെ ഇതേ അവൻ ബംഗ്ലാദേശിൽ നിന്ന് അടിച്ചുകൊടിക്കുന്നു, കണ്ടില്ലേ? ബംഗ്ലാദേശിൽ നിന്ന് എത്രയോ ഹിന്ദുക്കളെയാണ് അടിച്ചുകൊടിക്കുന്നത്. ഈ കലാപം നടന്നപ്പോ നമുക്കറിയാം, ഇവിടെ ഓരോ BJPക്കാരുടെയും രക്ഷാധികാരികളെ, ഓരോ സ്ഥാനക്കയറ്റത്തിൽ ഇരിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരുകൾ പറഞ്ഞിട്ട് ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ പ്രഭാഷണം നടത്തിയത് ഓർമ്മയുണ്ടോ? ശാരീരിക പ്രമുഖ്, ശാരീരിക ശിക്ഷക്ക്, പ്രമുഖ്, കാര്യവാഹക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ ഭാര്യമാരുടെ വീടറിയാം, ഇവരുടെ കുടുംബ വീടുകളിലേക്കുള്ള വഴികൾ അറിയാം, മക്കള് പഠിക്കുന്ന സ്കൂളുകൾ അറിയാമെന്ന് പറഞ്ഞതിനേക്കാൾ വലിയ ഒരു ഭീഷണി ഈ കേരളക്കരയിന് എന്ത് കേൾക്കാനാ? ഭീഷണിയായിരുന്നില്ലേ? അതാ. പക്ഷെ തീഹാർ ജയിലിനകത്ത് അകപ്പെട്ടിട്ട് ഡയപ്പറിൽ നിന്ന് മുള്ളാൻ അറിയാമെന്ന് പറയാൻ പറ്റിയില്ല.
മര്യാദയ്ക്ക് ജീവിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ആ മര്യാദ ഇവര് പാലിച്ചില്ല. എന്നാ പിന്നെ മര്യാദ ഞാൻ പഠിപ്പിച്ചോളാമെന്ന് ഡോവൽ സംഘം അങ്ങ് തീരുമാനിച്ചു. ഇന്നവര് മര്യാദ പഠിച്ചുകൊണ്ടിരിക്കുക. എന്തേ? ശാരീരിക ശിക്ഷകന്റെയും പ്രമുഖിന്റെയും BJP RSS നേതാക്കളുടെയും ഒക്കെ അമ്മ വീടും ഭാര്യ വീടും മക്കള് പഠിക്കുന്ന സ്കൂളും വഴികളും ഒക്കെ തെരഞ്ഞു പോയ സമയത്ത് തീഹാർ ജയിലിൽ നിന്നും കേരളത്തിലേക്കുള്ള എളമരത്തേക്കുള്ള മലബാറിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലായിരുന്നോ? ഡയപ്പറിന് പകരം മറ്റെന്തെങ്കിലും ഇടാൻ നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? ഇപ്പോ തീഹാർ ജയിലിൽ കിടന്ന് നിലവിളിക്കാൻ അറിയാമല്ലോ, ഞാൻ വൃദ്ധനാണ്, ഞാൻ ക്യാൻസറിന് ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്, എനിക്ക് വീട്ടിലേക്ക് പോകണം, എനിക്ക് വയ്യ, എനിക്ക് രോഗബാധിതനായി പോയി ഞാൻ, അതുകൊണ്ട് എന്നെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ എന്നെ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്, ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുമ്പോൾ തീവ്രവാദ സംഘടനകളുമായി കരാറുണ്ടാക്കി കോടികൾ തട്ടിച്ചെടുത്തി രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഈ രാജ്യത്ത് ആര് ജീവിക്കണം ആര് ജീവിക്കണ്ട എന്ന് ലിസ്റ്റ് ഇട്ടപ്പോൾ അവരെ ആര് കൊല്ലണം എങ്ങനെ കൊല്ലണം എന്ന് പരിശീലനം നൽകി ആളുകളെ തെരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ വൃദ്ധനായിരുന്നില്ലേ? ആ സമയത്ത് നിങ്ങൾ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നില്ലേ? ആ സമയത്ത് നിങ്ങൾക്ക് ക്ഷീണമുണ്ടായിരുന്നില്ലേ? NIA പോലെയുള്ള സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? നരേന്ദ്രമോദിയാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? ഈ രാജ്യത്തെ നിങ്ങൾ ഒരു സ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കുകയായിരുന്നോ? പിന്നീട് ഇതുവരെ കാക്ക ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടില്ലെന്നാ കേട്ടത്. ഈ ഷെയ്ഖ് ഹസീനയുടെ കലാപത്തിന്റെ മറവിൽ എത്ര ഹിന്ദുക്കളാണ് അവിടെ ഓടിക്കുന്നത്? എത്ര ഹിന്ദുക്കളോട് ബലാത്സംഗം ചെയ്യപ്പെട്ടു? എത്ര ഹിന്ദു പെൺകുട്ടികൾ കൊല ചെയ്യപ്പെട്ടു? എത്ര അമ്പലങ്ങൾ ആക്രമിക്കപ്പെട്ടു? എത്ര ചർച്ചകൾ ആക്രമിക്കപ്പെട്ടു? പാകിസ്ഥാൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 28% മുസ്ലിം ക്രൈസ്തവരും ന്യൂനപക്ഷം ഉണ്ടായിരുന്നു എന്ന് ക്രിസ്ത്യാനികളും പിന്നെ ഹിന്ദുക്കളുമായിട്ട്. ഇന്ന് 2% താഴെ എത്തി നിൽക്കുന്നു. എന്തേ കാരണം? എന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾ എത്ര ഉണ്ടായിരുന്നു? ഇപ്പൊ എത്രയായി നിങ്ങളുടെ വർധനവ്? എന്തേ അങ്ങനെ സംഭവിച്ചു? സൗദി അറേബ്യയിൽ എന്തേ പിന്നെ മുഹമ്മദ് പൂജാതനാകുമ്പോൾ മുഹമ്മദ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു തീർക്കട്ടെ മാഷ്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതിന് നിങ്ങൾ എന്റെ സമയം എടുത്തു. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾക്ക് എന്റെ സമയം തരാം. ഭയപ്പെടണ്ട. ഖുർആൻ പറയുന്നില്ലേ, തീർച്ചയായും അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണെന്ന്. അവിടെ ഫൈസൽ ക്ഷമിക്കൂ. അല്ലാഹ് പറഞ്ഞില്ലേ, ഹൂറിയെ കിട്ടണ്ടേ? അപ്പൊ ക്ഷമിച്ചിരിക്കും. അപ്പൊ മുഹമ്മദ് സൗദി അറേബ്യയിൽ പൂജാതനാകുമ്പോൾ, മക്കയിൽ പൂജാതനാകുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഫൈസലിന് അറിയാമല്ലോ. ബംഗ്ലാദേശിന്റെ കാര്യം മാത്രം എടുക്കും. ഒരു സംവരണ വിരുദ്ധമായി ആരംഭിച്ച ഒരു പ്രതിഷേധം, ഒരു പ്രക്ഷോഭം എവിടെ എത്തി? ന്യൂനപക്ഷങ്ങളെ നശിപ്പിക്കുന്നതിലേക്ക് എത്തി. ബംഗ്ലാദേശില് രാഷ്ട്രപിതാവിന്റെ തലയിൽ കയറിയിരുന്ന മൂത്രമൊഴിച്ച ടീമാ നാളെ ഗാന്ധിജിയുടെ പ്രതിമയുടെ മുകളിൽ കയറി ഒരു തീവ്രവാദി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു തൂറി വെച്ചാലും ഇവരതിനെ പിന്തുണയ്ക്കും. കാരണം എന്താണെന്ന് അറിയാമോ? ഇവരുടെ ഉള്ളിലുള്ളതും ഇൻഷാ അല്ലാഹ് ഇൻക്വിലാബ്. അള്ളാഹു വിചാരിച്ചാൽ ഒരു ഇസ്ലാമിക രാജ്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന എല്ലാവരും ഇവരുടെ ലിസ്റ്റിലുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട ആളുകളുടെ കൈയും കാലും തലയും വെട്ടാനുള്ള പ്ലാനും പദ്ധതികളും ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിയമത്തെ ഭയന്നിട്ടാണ് എന്ന് ഞാൻ കറ്റൻട്രി ആയിട്ട് പറയുന്നില്ല, അവസരങ്ങളുടെ അഭാവം മാത്രമാണ്. എന്നെയൊക്കെ ഒറ്റയ്ക്ക് കിട്ടിയാല് ഇവര് തീർത്ത് കളയും. മാതൃകാപരമായി അവസരങ്ങളില്ല. ലിസ്റ്റിട്ട് കത്തിയും തേച്ച് കാത്തിരിക്കുക, ഏത് സന്ദർഭത്തിലാണെങ്കിലും കാച്ചിക്കളയാൻ. ഇല്ലെന്ന് പറയാമോ? ഞാനില്ലെങ്കിലും നാളെ നിങ്ങൾക്കിത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകും. നന്ദി.